കാട് കാണാനെത്തുന്ന മനുഷ്യർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യജീവികൾക്കുണ്ടാക്കുന്ന കെടുതികൾ ഏറെയാണ്. പാലക്കാട്ടെ മലമ്പുഴ വനമേഖലയിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ വഴിയൊരുങ്ങുകയാണ്. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളും. ഒരു റിപ്പോർട്ട്. മലമ്പുഴയിലെ കവ വഴി വന്യജീവികൾ വെള്ളം തേടി വരുന്ന വഴികൾ പ്ലാസ്റ്റിക് മുക്തമാക്കുന്ന യജ്ഞത്തിന് മലമ്പുഴ വനമേഖലയിലെ തിരഞ്ഞെടുത്ത ഇടങ്ങളിൽ തുടക്കമായി. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഭാഗം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ഏറ്റവും സാന്നിധ്യമുള്ള ഒരു സ്ഥലവും മലമ്പുഴ ഡാമിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അവർ ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ പ്ലേറ്റുകൾ, ഇതിലെല്ലാം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണും. അപ്പോൾ അതിൽ മധുരത്തിൻ്റെ അംശം ഉണ്ടാവും, മസാലയുടെ അംശം ഉണ്ടാവും, ഭക്ഷണത്തിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് താല്പര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ വീണ്ടും ആ പ്രദേശത്തേക്ക് വന്ന് ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പ്ലാസ്റ്റിക്കോടുകൂടി മൊത്തത്തിൽ കഴിച്ച് അവരുടെ വയറിനകത്ത് ഡൈജഷൻ നടക്കാതെ ഗ്യാസ് ഫോർമേഷൻ ആയിട്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ പ്ലാസ്റ്റിക് റിമൂവൽ പ്രോഗ്രാം ചെയ്യുന്നത്. കേരള വനം വകുപ്പുമായി സഹകരിച്ച് ദേശീയ ഹരിതസേനയുടെ ആഭിമുഖ്യത്തിലാണ് സുന്ദര കാനനം എന്ന പേരിൽ വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, വന്യജീവികൾക്ക് അപകടകരമാണെന്നും അത് മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ എല്ലാവർക്കും അറിയുള്ളതാണ്. ഇതേ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ നിലവിലിവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഈ കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ടും വെയിലിനെ അതിജീവിച്ചുകൊണ്ടും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഇതേമാതിരി എല്ലാവരും, മുതിർന്നവരും അതേമാതിരി മറ്റുള്ള സംഘടനകളും ഞങ്ങളോട് സഹകരിക്കണമെന്നും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കെടുക്കണമെന്നും താല്പര്യപ്പെട്ടു തോന്നുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യജീവികൾക്കും പരിസ്ഥിതിക്കും വരുത്തുന്ന കെടുതികളെക്കുറിച്ച് തുടർ ബോധവത്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രവർത്തിക്കാനും തന്നെയാണ് ഇവരുടെ തീരുമാനം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ നിരവധി പ്രോഗ്രാമുകൾ വിവിധ ജില്ലകളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീമാറ്റിക് അവയർനെസ് ക്യാമ്പയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളർന്നു വരുന്ന പൗരന്മാർ സ്വന്തം കടമകളെക്കുറിച്ച് ബോധ്യമാകുന്നതിനും പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.